പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ചൈതന്യ ചന്ദ്രൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സ്കൂളിൽ തയ്യാറാക്കിയ വേദിയിൽ ആരംഭിച്ചു. 2 വയസ്സ് മുതൽ ചിത്രരചനയോട് താൽപര്യം കാണിച്ചു തുടങ്ങിയ ചൈതന്യയുടെ ശ്രദ്ധേയമായ കുറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. E.G. ശശിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കാലടി ശ്രീശങ്കര സർവകലാശാല ചുവർ ചിത്രകലാ വിഭാഗം മേധാവി ഡോക്ടർ സാജു തുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു. N.M. പിയേഴ്സൺ, B. അനിൽകുമാർ, രമേശ് ഡി കുറുപ്പ്, M.G. വിനു, ജോസ് തോമസ്, സിനി A.S. തുടങ്ങിയവർ സംസാരിച്ചു. ചൈതന്യ എന്ന കുട്ടിയുടെ പേര് തന്നെ ചൈതന്യം അടങ്ങിയിരിക്കുകയാണ്. കല എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്നതൊക്കെ മനോഹരമായി വരയ്ക്കുന്നുണ്ടെങ്കിലും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ മറ്റു ചുറ്റുപാടുകളിൽ ലോകത്തേക്ക് പലതരത്തിലുള്ള ആശയങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടെ വികാരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തെ തന്നെ പ്രചരിപ്പിക്കാനുള്ള ഒരു കലയാണ് ഈ ചിത്രരചന. നേരത്തെ പറഞ്ഞ സാജു തുരുത്തിനെ പോലുള്ള ഒരു വലിയ കലാകാരന്റെ അനുഗ്രഹം കിട്ടി മോഹന പ്രദർശനം തുടങ്ങിയെന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത് ചൈതന്യ എന്ന് പറയുന്ന ഈ ചിത്രകാരിയെ നമ്മുടെ സമൂഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ചിത്രകാരി. പഠനത്തിൽ വളരെ മിടുക്കിയായ ചൈതന്യയ്ക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായം കൂടിയാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അവളുടെ ചിത്രങ്ങളുടെ വിൽപ്പനയും കൂടിയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചൈതന്യമായിട്ട് മാതൃഭൂമിയിലെ എല്ലാ പ്രോഗ്രാമിനും നമ്മുടെ കൂടുതൽ കുടുംബത്തോടൊപ്പം ശക്തിയാണ് ചൈതന്യം. അവരുടെ ഫാമിലി ആയാലും ശരി നമ്മുടെ എല്ലാ മത്സരങ്ങൾക്കും എന്തായാലും നമ്മൾ ഈ ചൈതന്യയുടെ ചിത്രത്തിന്റെ ഒരു പ്രോഗ്രാമിലൊക്കെ കവർ ചെയ്യാൻ സാധിക്കും. സ്കൂളിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവർക്കും ഒറ്റവാക്കിൽ എല്ലാവിധ ആശംസകളും. സാധാരണഗതിയിൽ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുക, കട്ടിന്റെ അടിയിലേക്കൊക്കെ വെക്കുക മാത്രമാണ്. കേരളത്തിലെ 97% ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഏകദേശം ഒക്കെ അങ്ങനെയാണ്. ആ സമയത്ത് എന്റെ ചിത്രങ്ങൾ കണ്ടെത്തുകയും അത് കൊള്ളാം നമുക്ക് എക്സിബിഷൻ നടത്താമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ പറവൂരിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ഷോ നടന്നു 90-ലായിരുന്നു. കേസരി സദസ്സിന്റെ ബാനർ. അത് എന്നിലേക്ക് വരുത്തിയ ഒരു വലിയ മാറ്റം. ആ വലിയ മാറ്റമാണ് സാജുത്വത്തിലെ ചിത്രകാരൻ ഉണ്ടാകുന്നത്. നിറങ്ങൾ കാണുമ്പോൾ പേടിക്കുകയും നിറങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ കൊതിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചിത്രം വരയ്ക്കണമെന്നും ചിത്രകലയിലൂടെ സഞ്ചരിക്കണമെന്നൊക്കെ ഒരു ഉറപ്പ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു ഷോ കഴിയുമ്പോൾ നമ്മളിലേക്ക് ഒരു കോൺഫിഡൻസ് തന്നാലെ വരും. അത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും നമ്മുടെ ചിത്രങ്ങൾ കാണാൻ വരുന്നവർ നമുക്ക് നീട്ടുന്ന ഒരു സ്നേഹഹസ്തം. ആ സ്നേഹഹസ്തത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഊർജം നമ്മളിലേക്ക് ഉണ്ടാവുന്നത്. ഈ മോൾക്ക് അങ്ങനത്തെ ഒരു ഊർജഹസ്തമാണ് ഇന്ന് സ്കൂൾ അന്തരീക്ഷം വരുന്നത്. ഒരു കലാകാരനാവുക എന്ന് നേരത്തെ ഭാഷ പറഞ്ഞതുപോലെ അത്ര നിസ്സാരമായ ഒരു സംഗതിയല്ല. 10,000-ലോ ലക്ഷത്തിലോ എത്ര പേർക്കാണ് ചിത്രകല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലയെ സാധകം ചെയ്യുവാനായിട്ട് കിട്ടുക എന്നുള്ളത് വളരെ 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 കുറച്ചാണ്. കാരണം ഞാനൊരു 28 വർഷമായിട്ടൊരു യൂണിവേഴ്സിറ്റിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ എത്തും, അതുപോലെ തന്നെ അധ്യാപകനും അതിന്റെ ഡയറക്ടർ ബോർഡിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. അവിടെ ഒരു വർഷം 1000-ൽ-അധികം കുട്ടികൾ വന്നിന്നവരെയും കണ്ടിട്ടില്ല. പക്ഷെ അവിടെ പഠിക്കുന്ന എത്രയോ 28 വർഷമായിട്ട് പഠിച്ചു പോകുന്ന കുട്ടികൾ നിരവധിയാണ്. അപ്പൊ വളരെ ലിമിറ്റഡ് കുട്ടികളാണ് കലാപഠനത്തിൽ വരുന്നത്. അതിൽ തന്നെ ഒരു വർഷം ഞാൻ ആദ്യം ചെന്ന സാഹചര്യത്തിലൊക്കെ വെറും 12 കുട്ടികളൊക്കെയാണ് ടെസ്റ്റിന് എഴുതി വന്നിരുന്നത്. ചിത്രകലാ പഠനത്തിന് 12 കുട്ടികൾ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷെ 28 വർഷം കഴിഞ്ഞപ്പോൾ 800-ലധികം കുട്ടികളായിട്ട് മാറി. കല പഠിക്കുക എന്നുള്ളത് അത്ര നിസ്സാര സംഗതിയല്ലെന്നും കലാപഠനത്തിലൂടെ ഒരു ജീവിതത്തെ ഉറപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് ചിന്തിക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയും അതിന് പോകുന്ന കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വെറുതെ ഒരു കൗതുകത്തിന് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ചിന്തിക്കാതെ ജീവിതത്തിൽ എപ്പോഴോ അച്ഛന്റെയോ അമ്മയുടെയോ ഒക്കെ പ്രോത്സാഹനങ്ങൾ കൊണ്ട് മാത്രം കലയിലൂടെ സഞ്ചരിക്കാമെന്ന് ഉറപ്പിച്ചൊരു കുട്ടിയെ കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നത് നിസ്സാരമല്ല. കാരണം ഒരു വര പോലും വേസ്റ്റ് ആവാം, അത് നിസ്സാര സംഭവമല്ല. ഒരു വര പോലും വേസ്റ്റ് ആവാതെ
ഇത്തരം വർണ്ണങ്ങളെ ഒരു ചെറിയ മുറിക്കുള്ളിൽ ഇത്രയധികം പേരെ ചേർത്ത് നിർത്തുവാൻ പോകുന്ന തരത്തിലേക്ക് ആ കുട്ടി വളർന്നിരിക്കുന്നു. അത് തന്നെ എല്ലാവർക്കും നന്ദി പറയണം. എല്ലാവരും ഈ കർമ്മം ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.